അപ്പോൾ മുത്തുമ്പോഴും എൻ്റെ യാത്ര അനുസ്യൂതം തുടർന്നെത്തിയിരിക്കുകയാണ്. ഒ സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ പല്ലവിയിലോ അനുപല്ലവിയിലോ ചരണത്തിലോ പാടുക അല്ലെങ്കിൽ പാടി പാട്ട് എന്നൊരു വാക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണാത്മകമായ വിഷയം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നൊരു പുതിയ ചിത്രം വേനൽ കിനാവുകൾ. അപ്പോൾ അതിനാദ്യമായിട്ട് യേശുദാസ് സാറ് പാടിയ ഒരു ഗാനമുണ്ട്. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എൽ വൈദ്യനാഥൻ. അത് നല്ല വയലിനിസ്റ്റ് മ്യൂസിഷ്യനായിരുന്നു. അപ്പോൾ അതിൽ ഒരു പാട്ടാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി. പല്ലവി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അനുപല്ലവിയിലും ചരണത്തിലേക്കും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗാനത്തിൻ്റെ എന്താ പറഞ്ഞ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈരളി മലയാളത്തിൻ്റെ എല്ലാ തനിമയും നമ്മുടെ ഗൃഹാതുരത്വങ്ങളും ഈ പാട്ടിൽ ഒ സാർ കോറി വരച്ചു വച്ചിട്ടുണ്ട്. ഒരു വർണ്ണ കുടയുടെ കീഴിലിരുന്നു കിളിപാടും കാവുകൾ കണ്ടു കിനാവു കണ്ടു. കണ്ടോ, ഒരു വർണ്ണക്കുടയുടെ കീഴിൽ ഒരു വിദേശിയായിട്ടുള്ള വനിതയാണ് വരുന്നത്. അവരിവിടെ കൊണ്ട് നടക്കുന്നതായിട്ടൊക്കെയാണ് ചിത്രീകരണം. ഒരു വർണ്ണക്കുടയുടെ കീഴിലിരുന്നു പണ്ടത്തെ കൊട്ടാരത്തിനിടനാഴിയിലേ ഏതോ വീണകൾ താനേ പാടും പ്രേമകഥകൾ കേട്ടു. നോക്കൂ, ഏതോ വീണകൾ താനേ പാടും, ഇവിടെ വാക്ക് ഉപയോഗിച്ചു. ഏതോ വീണകൾ താനേ പാടും പ്രേമകഥകൾ കേട്ടു. കിളിപാടും തണലുകൾ കണ്ടു നിളയുടെ നൃത്തം കണ്ടു. കണ്ടോ, കിളിപാടും വീണ്ടും തണലുകൾ കണ്ടു നിളയുടെ നൃത്തം കണ്ടു. നിരനിരയായ ആനച്ചന്തം നമ്മുടെ നാട്ടിലെ പൂരം എല്ലാം. പിന്നെ എന്താണ് കലാമണ്ഡലം, അതാണ് എഴുത്തച്ഛനെ കിളിപാടും എഴുത്തച്ഛനെ കെട്ടു. ഇങ്ങനെ എല്ലാ വർണ്ണനകളും ഇവിടെ അദ്ദേഹം ആ വാക്ക് വീണ്ടും ഉപയോഗിച്ചിരിക്കുകയാണ്. 3 തവണയാണ് അനുപല്ലവിയിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ മറ്റൊരു ഗാനം യേശുദാസ് സാർ പാടിയത് അതൊരു എന്താ പറയുക ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പോലെയാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വപ്നം കാണുന്നത് വിദേശ വനിതയായിട്ടുള്ളൊരു സ്വപ്നം, ഒരു ഡാൻസ് പോലെയാണ്. പോരൂ പോരൂ ആദിവിജനതയിൽ ആരോ പാടി ആദിമലർവനിയിൽ. കണ്ടോ, പല്ലവിയിൽ തന്നെ അദ്ദേഹം ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആരോ പാടി എന്നുള്ളത്. ആരോ പാടി പെയ്യുന്നു തേൻമഴകൾക്ക് അതോട് പലതിലുണ്ട്. അതിവിടെയും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. വേനൽക്കിനാവുകൾ എന്നുള്ള ചിത്രം യുവത്വത്തിൻ്റെ കഥ പറയുന്ന, അവരുടെ പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളുടെയും എന്താ തൃഷ്ണകളുടെയൊക്കെ പറയുന്ന MT സാറാണ് ഇതിൻ്റെ രചന. അത് പറയാൻ വിട്ടുപോയി. പിന്നെ പ്രതിഭാധനായ സേതുമാധവൻ സാർ, അവർ രണ്ടുപേരും തമ്മിൽ വർഷങ്ങൾ ചേർന്ന ഒരു സിനിമയാണ്. യുവ നടന്മാർക്കെല്ലാം അഭിനയിക്കാൻ അവസരം കിട്ടിയൊരു ചിത്രം കൂടിയാണ് വേനൽക്കിനാവുകൾ. അപ്പോൾ ഈ ചിത്രത്തിൽ വേറെയും 2 ഗാനങ്ങളുണ്ട്. ഈ പറഞ്ഞ വാക്കും പരാമർശിക്കുന്നതും വന്നില്ലെങ്കിൽ കൂടി നമ്മളത് പറയുന്നത് നന്ദി. കാര്യം നല്ല മനോഹരമായ ഗാനങ്ങളാണ്. യേശുദാസ് സാർ തന്നെ പാടിയ ഗൗരി മനോഹരി ഗൗരി മനോഹരി മാരവൈരി മാനസനളിനിയിൽ രാഗസൗരഭമുതിരും മലരായി വിരിയും ഗൗരി മനോഹരി. ഇതൊരു ഗാനം. പിന്നെ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ ഇതിലേ വെയിൽ പോയതേതു വഴിയേ. ഇങ്ങനെ 2 ഗാനങ്ങൾ, അതും യേശുദാസ് സാർ തന്നെ പാടിയത്. അപ്പോൾ വേനൽക്കിനാവുകൾ എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ കഥ പറഞ്ഞ MT സേതുമാധവൻ സാറിൻ്റെ കോമ്പോയിൽ വന്ന ചിത്രത്തിലെ ഒ സാറും എൽ വൈദ്യനാഥൻ സാറും കൂടെ ചെയ്ത ഗാനങ്ങളിലെ 2 പാട്ടുകളാണ് നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തൽക്കാലം വിട പറയുന്നു. വീണ്ടും അടുത്ത ചിത്രത്തിനായി നിങ്ങൾ കാത്തിരിക്കുക.